സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിന്റെ സമരം അത് 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 3 ഘട്ട ചർച്ചകൾ കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല തീരുമാനമുണ്ടാകാത്തത് മൂലം പുതിയ സമര രീതികളിലേക്ക് കടക്കാൻ ആശാ വർക്കേഴ്സ് തയ്യാറെടുക്കുന്നു. മെയ് 5 മുതൽ ജൂൺ 17 വരെ രാപകൽ സമരയാത്ര നടത്തും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര നടക്കുക. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമരയാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പോഴും 70 ദിവസം പിന്നിടുമ്പോഴും അവരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ സമര രീതികളിലേക്ക് ആശാ വർക്കേഴ്സ് കടക്കുകയാണ്. പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ കാസർഗോഡ് നിന്ന് തുടങ്ങുമ്പോൾ തന്നെയാണ് ആശമാർ 4ാം ഘട്ട സമരത്തിലേക്ക് കടക്കുന്നത്. അതും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാപ്പകൽ സമരയാത്ര. 3 ഘട്ട ചർച്ചകൾ കഴിഞ്ഞും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആശമാർക്ക് അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. ഈ അവസരത്തിലാണ് 4ാം ഘട്ട സമരപ്രഖ്യാപനത്തിലേക്ക് കടന്നത്. മെയ് 5 മുതൽ ജൂൺ 17 വരെയാണ് രാപ്പകൽ സമരയാത്ര നടക്കുന്നത്. ഇനി ഞങ്ങൾ ഈ മെയ് മാസം 5-ാം തീയതി മുതൽ ജൂൺ 17-ാം തീയതി വരെ ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഈ ഗവൺമെൻറ് 4ാം വർഷിക ആഘോഷം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ നിരാഹാര സമരം അതേപോലെ തന്നെ ഞങ്ങളുടെ രാപ്പകൽ സമരം സഞ്ചരിക്കുന്ന ഒരു സമരമായി മാറ്റാനാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതുതന്നെയാണ്, അതായത് ഇത്രയും നിസ്സാരമായ ഒരു തുക അനുവദിക്കാൻ പോലും കഴിവില്ലാത്ത സർക്കാർ ആശമാരെ മനഃപൂർവ്വം തൊഴിലാളികളെ വഞ്ചിക്കുകയാണ്. തെരുവിൽ ഞങ്ങൾ അന്തിയുറങ്ങാനും തെരുവിൽ ഞങ്ങൾ ഈ രാപ്പകൽ സമരം നടത്താനും തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ രാപ്പകൽ യാത്രാ സമര പരിപാടികളിൽ പങ്കെടുക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പരിപാടികളിൽ വിവിധ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും സമരം വിജയിപ്പിക്കാനായി അണിചേരും. 45 ദിവസം പിന്നിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്ന രാപ്പകൽ സമരയാത്രയിൽ കേരളത്തിലെ എല്ലാ ആശമാരും ഒരുമിച്ച് അണിചേരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം 71 ദിവസവും നിരാഹാര സമരം 33 ദിവസവും പിന്നിടുമ്പോഴും സർക്കാരിന് അനക്കമില്ല. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ആശമാർ സമരം കൂടുതൽ ശക്തമാക്കുന്നത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.